ഇനിയുള്ളിനുള്ളിൽ നീലരാവില നറുവെള്ളിത്തിങ്കൾ നാളമായിട മഴ തുള്ളിച്ചാടും പൂങ്കിനാവിലേ ഒരു പുള്ളിക്കുയിലിൻ നീളമായിട അടുത്തൊരു മായ ചിരി തുടുത്തൊരു പൂവെള്ളേ അടുത്തൊരു മായ ചിരി തുടുത്തൊരു പൂവെള്ളേ ഒരു മാലുകളായിരം നോവുകൾ നേടിയ മാനസമാകയിൽ നിന്നൊരു മാമയിലാട പൂവനിയാക്കിയതാരുടെ പാട്ടിലെ മോഹന സാന്ത്വനമേ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. വി ആർ ലവ് 2.0 പുതിയ എപ്പിസോഡിലേക്ക് അപ്പൊ ഗായ്സ് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്. ഇന്നലെ നമ്മുടെ പാലാച്ചാണ് സന്തോഷമുള്ള ഡേ ആണ്. ഇനി അങ്ങോട്ടേക്ക് എന്നും ഓരോ വിശേഷങ്ങളാണ്. ഇന്നും ഒരു സ്പെഷ്യൽ ഡേ ആണ്. നമ്മളെ വിഷ്ണു പറ്റിച്ചതാ. ഞാൻ വിളിച്ചിട്ട് രാവിലെ ചോദിച്ചു, ആശ നൈസ് മുങ്ങിയതാണല്ലേ, ഇത്ര വർഷം ഞാൻ കൊടുത്തു തോറ്റിട്ട് നീ കുറച്ച് കൊടുത്തോളാം. അപ്പൊ ഗൈസ് ഇന്നും വളരെ സ്പെഷ്യൽ ഒരു ഡേ ആണ്. നമ്മുടെ ലൈഫിലെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണെന്ന്. പ്രത്യേകിച്ച് ഇവരുടെ രണ്ടുപേരുടെ ലൈഫിലെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. എന്റെ അതെ. ചേച്ചി സംഭവം വേറൊന്നുമല്ല, നമ്മുടെ അച്ഛന്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. എന്താ ഇത്രയും നല്ല സുഖസുന്ദരമായ ഒരു 33 അല്ല 32 ഇരിക്കട്ടെ. അപ്പൊ ഇത്രയും വർഷം അവര് നല്ല ഭംഗിയായിട്ട് ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഇവിടം വരെ എത്തി. നമ്മള് മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെ കൊണ്ടൊക്കെ ധന്യമായി ഇവിടെ നിൽക്കുന്നുണ്ട്. ഈ ധന്യ മുഹൂർത്തത്തിൽ എന്തെങ്കിലും പറയാനുണ്ടോ? ധന്യ മുഹൂർത്തത്തില് അച്ഛൻ ഒരു കാര്യം പറഞ്ഞോളൂ, നമുക്ക് പിള്ളേര് വേണ്ട. അത് അമ്മ എടുത്തിട്ട് പറയട്ടെ. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞെന്നറിയാമോ, എനിക്ക് ക്രാലില്ലാന്ന് പറ്റില്ല. അത് അമ്മ എടുക്കിട്ട് ദേഷ്യം വിച്ചുനോട് നൃത്തം ചേച്ചിയോടൊക്കെ പറഞ്ഞുണ്ട്. അന്ന് അച്ഛൻ പറഞ്ഞതാ, ഞാൻ കേട്ടില്ല. അതിനെ ഞാൻ ഇപ്പോഴാ അവർ ചിന്തിക്കുന്നത് കേട്ടോ. നമ്മുടെ ഫാമിലി നിങ്ങളാണ്. നമ്മുടെ ഫാമിലി സംസാരിക്കുന്നതോട് പോലെ തന്നെയാണ് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത്. അതെല്ലാവർക്കും പേഴ്സണലി ഇപ്പൊ ഭയങ്കര ഇഷ്ടമാണ്. കാര്യം എന്റെ വീഡിയോസ് വരുമ്പോ എനിക്കറിയാട്ടോ എത്ര പേര് ഹെയർ ഓയിൽ ബുക്ക് ചെയ്യുന്നതിനൊക്കെ കൂടുതൽ ആൾക്കാർ നിങ്ങൾ എല്ലാരും കൂടെയുള്ള വൈബ് അടിപൊളിയാണ്, ഹാപ്പി വീഡിയോ ആണ്, അമ്മുന്റെ ഹൈലൈറ്റ്സ് സൂപ്പർ ആണ്, നല്ല ഭയങ്കര എന്നെ അങ്ങ് പൊക്കി എല്ലാവരും കൊല്ലുകയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇനി നല്ല നല്ല വീഡിയോസ് വേണം, നല്ല നല്ല ഹൈലൈറ്റ്സ് വേണം. എല്ലാവരും കൂടി ആയാലല്ലേ നമ്മുടെ വീഡിയോ അറിയുള്ളൂ, ഭംഗി വരുള്ളൂ. കുടുംബം എന്ന് വെച്ചാൽ കുടുംബം ഇഴുകി ചേരുന്നതാണ് കുടുംബം എന്ന് പറയുന്ന സാധനം. അതില് മക്കള് എല്ലാവരും മരുമക്കളെ എല്ലാവരും പെട്ട് ഒത്തൊരുമോട് കൂടി പോകുന്ന ഒരു ഇതാണ് കുടുംബം എന്ന് പറയുന്നത്. അത് ഇത്രയും വരെ ഒരുവിധം ഭംഗിയാക്കാൻ ഞാൻ ശ്രമിച്ചേ. ഇനി നാളെ എനിക്ക് ഒരു 5 ദിവസം തത്തമ്മ ചേച്ചിയൊക്കെ ഇവിടെ വന്ന് നിന്ന് വീഡിയോ എടുത്തിട്ട് പിന്നെ ഇവരെ കാണാണ്ടായ പിന്നെ അമ്മ തത്തമ്മ ചേച്ചിയുടെ വീഡിയോ എടുത്തില്ല. ഞാൻ അവർക്ക് കുടുംബമുണ്ട് ചേച്ചി, കുടുംബത്തിൽ നിൽക്കട്ടെ അങ്ങനെയാണ്. പക്ഷെ അത്രയും നമ്മളെ സ്നേഹിക്കണമെന്നാണ് ചോദിക്കുന്ന ആൾക്കാർ. ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ബ്ലോഗിന് ഒരു ജീവനില്ല സത്യം പറഞ്ഞാൽ. ശരിയാട്ടെ, എല്ലാവരും കൂടെ ഞാനുണ്ടാവില്ല. ഞാൻ ജോലിക്ക് പോകണം, അച്ഛൻ ജോലിക്ക് പോകണം, അമ്മ തന്നെയാണ് ബ്ലോഗ് ഇടുന്നതും കാര്യങ്ങളും. ഞങ്ങളുടെ ചുന്തിരിമണികള് റെഡിയായ 3 പേരും വെറൈറ്റി വീഡിയോകളായിട്ടൊക്കെ വരും അവരുടെ അതന്നെയാണ്. അപ്പൊ എന്തായാലും എല്ലാവർക്കും എന്നിട്ട് പറയണേ, എല്ലാവരും എനിക്ക് ചേട്ടന് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി പറയുന്നത്. അപ്പൊ ഗായ്സ് വെഡിങ് ആനിവേഴ്സറി ആയിട്ട് വിഷ്ണുവിന്റെ ഒരു പോരായ്മയാണ്. അതെന്നും ഞാൻ സെന്റിമെന്റൽ അടിക്കാറ്. ഇന്ന് അച്ഛനാണ് അടിക്കുന്നത്. ഡാൻസും ആ ഒരു പാട്ടും സാധിക്കില്ല. എന്നാലും അവരിരുന്ന് ആളിങ്ങനെ നമ്മളെ ഇതാക്കി തരും. ഇന്നത് ചെയ്യണം, ഇന്ന രീതി ചെയ്യണം. ഞാൻ ഇന്ന് സർപ്രൈസ് മേടിച്ചത് പോലെ ആൾ എന്താന്ന് കണ്ടുപിടിച്ചത് ഞാൻ ഇത്രയും നേരിട്ട് പറഞ്ഞില്ല. ഉച്ചയ്ക്ക് വിളിച്ചിട്ട് എന്നോട് ആള് ചോദിക്കാണ്,
ഇന്ന സാധനമല്ലേ മേടിച്ചു. അപ്പൊ ഞാൻ ഈ ഞെട്ടിപ്പോയി, ഇത് ഞാൻ ആരോടും പറഞ്ഞില്ലല്ലോ. അതുവരെ ആളവിടെ മനസ്സിലാക്കി ഞാൻ എന്തായിരിക്കും മേടിക്കുക, അങ്ങനെ ഒരാൾ മനസ്സിലാക്കി. എന്താണെങ്കിലും ഞങ്ങളത് എല്ലാവരും അത് ചോദിച്ചിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകുള്ളൂ. എന്തൊരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ആളുള്ളത് കൊണ്ടാണ് അത്. ഞാൻ പറയാണ്ട് പോലും ഞാൻ എന്താണ് മേടിച്ചത്, ഞാൻ എന്താണ് മേടിക്കാൻ ആഗ്രഹിച്ചത് ആള് മനസ്സിലാക്കി. ആളിനോട് ഇങ്ങോട്ട് ചോദിച്ചു, ഭയങ്കര സന്തോഷം തോന്നി. അപ്പൊ എന്തായാലും പിള്ളേർക്കൊക്കെ ചൂടെടുത്ത് തുടങ്ങി, നമുക്കും ചൂടെടുത്ത് തുടങ്ങി. ഭയങ്കര ചൂടാട്ടോ. ഇന്നലെ 35 ഡിഗ്രി കണ്ടായിരുന്നു. അപ്പൊ ഗൈസ് നേരെ നമുക്ക് നമ്മുടെ കേക്ക് കട്ടിങ്ങിലോട്ട് പോയാലോ? അതെ, വായു, നിങ്ങളും വായു. ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ നേരെ മാളയ്ക്കും അഷ്ടമിച്ചിറക്കൊക്കെ പോവാണ്. മാളയ്ക്ക് പോകുന്നത് എനിക്ക് വർക്ക് കാര്യങ്ങളായിട്ട് പോകുന്നതാണ് കേട്ടോ. അഷ്ടമിച്ചിറക്ക് പോകുന്നത് ഇന്ന് നമ്മുടെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയും 33ാമത് വെഡിങ് ആനിവേഴ്സറി ആണ് ഗൈസ്. അപ്പം വെഡിങ് ആനിവേഴ്സറി ഒക്കെ ആയിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കാനായിട്ടൊരു ഉഷാറ് തോന്നിയില്ല. അപ്പം ചെറിയ തോതിൽ എന്നാൽ വലിയ തോതിലൊന്ന് ആഘോഷിച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആഘോഷിക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് എന്ന് വെച്ചാൽ വലിയ ആഡംബരമല്ല. നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ ഒരു സാധാരണക്കാരുടെ ഒരു വ്ലോഗാണ്. എപ്പോഴും നമ്മൾ അങ്ങനെയാണ് ഇടാറുള്ളത്. ഒരുപാട് ആഡംബരം കാണിച്ച് നമ്മൾ ചെയ്യാറില്ല. അപ്പോൾ നമുക്ക് നമ്മളുടെ കൊക്കിൽ ഒതുങ്ങിയ രീതിയിൽ നല്ല രീതിയിൽ ആഘോഷിക്കണം. അപ്പോൾ അതിനുള്ളൊരു ചെറിയൊരു കേക്ക്, അതുകൊണ്ട് അച്ഛനും അമ്മയ്ക്കും കൊടുക്കേണ്ട ഗിഫ്റ്റ് എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ. എന്താണ് ഈ പ്രാവശ്യം മേടിച്ച് കൊടുക്കേണ്ടതെന്ന് നല്ലൊരു ഇതുണ്ട്. അപ്പം അതൊന്ന് പോയി നോക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടൊക്കെ ഞാൻ അഷ്ടമിച്ചിറയ്ക്കും മാളയ്ക്കും ഒക്കെ പോവാണ്. ഞാൻ പോകുമ്പോൾ കൂടെ നിങ്ങളില്ലാത്തൊരു പരിപാടിക്ക് ഞാൻ നിൽക്കത്തില്ലെന്ന് നിങ്ങൾക്കറിയാലോ. അപ്പം നമ്മൾ ഒരുമിച്ചാണ് ഇന്ന് ഗിഫ്റ്റ് മേടിക്കാനായിട്ടും അതുകൊണ്ട് തന്നെ കേക്ക് മേടിക്കാനായിട്ടൊക്കെ പോകുന്നത്. എല്ലാ പ്രാവശ്യം ഞാൻ എൻ്റെ ഇഷ്ടത്തിനല്ലേ സാധനങ്ങളൊക്കെ മേടിക്കാറ്. ഈ പ്രാവശ്യം നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. അങ്ങനെയുണ്ട് നമ്മുടെ പരിപാടി. നമുക്ക് നേരെ അങ്ങ് പോയാലോ? ഫസ്റ്റ് തന്നെ ഞാൻ വന്നത് പൊറോട്ട മേടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊറോട്ട. അപ്പോൾ സ്പെഷ്യലായിട്ട് പൊറോട്ട മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ പോയത് അഷ്ടമിച്ചിറക്കാണ് കേട്ടോ. ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി പോകുന്ന പോക്കാണ് നിങ്ങളിത് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. ഞാൻ തണ്ട ഗൈസ് ഈ കടകളിലാണ് കേട്ടോ സാധനം മേടിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന, ഗിഫ്റ്റ് മേടിക്കാനായിട്ട്. കുറച്ചല്ലാത്ത കേട്ടോ. കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഞാൻ നോക്കി വെച്ചിട്ട് പോയൊരു സാധനം മേടിക്കാനായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നോക്കാം, ഇഷ്ടപ്പെട്ടത് നിങ്ങളെ അതിൻ്റെ കൂടെ കാണിക്കാൻ കേട്ടോ എന്തൊക്കെയാണെന്നുള്ളത്. അവർക്ക് കൊടുക്കുന്ന കൂട്ടത്തിൽ നോക്കട്ടെ ഇഷ്ടപ്പെട്ടത്. ഇതൊക്കെ ഞാൻ മേടിച്ചു കേട്ടോ. ഇനി നേരെ പോകുന്നത് കേക്ക് മേടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളെപ്പോഴും വരുന്ന കടകളിൽ തന്നെയാണ് ഞാൻ വന്നേക്കുന്നത്. നോക്കാം കേട്ടോ ഏതാ നല്ലത്. ഏതാണ് കേക്ക് നല്ലത്, നിങ്ങൾക്കിതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടത് നോക്കട്ടെ കേട്ടോ. അപ്പോൾ കേക്ക് ഞാൻ എടുത്തു കേട്ടോ. ഞാൻ സാധാ കേക്കാട്ടോ എടുത്തത്. അപ്പം അവർ പോയിട്ടുണ്ട് അതിൻ്റെ എന്താ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഒക്കെ എഴുതാൻ വേണ്ടിയിട്ടൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. എനിക്കിത് കണ്ടിട്ട് ഏത് എടുക്കണം എന്ന് ഡൗട്ടായിട്ടോ. ഇഷ്ടപ്പെടുന്ന ഏതായിരിക്കും എന്നൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ സാധാ ഒരു കേക്ക് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് ഞാൻ എൻ്റെ കേക്കൊക്കെ എടുത്തു കേട്ടോ. ഇതിൽ ഏതാണ് സെലക്ട് ചെയ്തതെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ മുമ്പേ വീഡിയോയിൽ കാണിച്ചപ്പോൾ. അപ്പോൾ ഞാൻ കേക്കൊക്കെ എടുത്തു. ഇനി എന്ത് മേടിക്കണം എന്ന് അറിയത്തില്ല കേട്ടോ. ഷുഗർ കട്ടൊക്കെ ആയതുകൊണ്ട് ഈ ഒരു ഭാഗത്തോട്ട് ഞാൻ നോക്കുന്നില്ല. ഇന്ന് രാവിലെ അച്ഛനും അമ്മയും അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്ക് അലുവയൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലെ കുറച്ച് അലുവയും കൂടെ മേടിച്ചു കൊടുക്കായിരുന്നു. അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം കേട്ടോ. പക്ഷെ അതൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ ഇനി വേറെ എന്തിട്ടാണ് മേടിക്കേണ്ടതെന്ന്. ഞാൻ എൻ്റെ ക്യാൻഡിലൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. നമ്മളെ വെഡിങ് ആനിവേഴ്സറി ക്യാൻഡിലൊക്കെ കത്തിക്കാമെന്ന് വിചാരിച്ചു. ഈ സാധനങ്ങളൊക്കെ മേടിച്ചു കേട്ടോ. നേരെ വീട്ടിലോട്ട് പോയി. ഇനി വേറെ പരിപാടി. നമ്മൾ വേണ്ട കേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഞാൻ കാണിക്കുന്നില്ല, കുറച്ച് തകരാറായി കിടക്കുക കേട്ടോ. ഇവിടുത്തെ സാധനങ്ങളൊക്കെ നമ്മൾ മാറ്റി തുടങ്ങി കേട്ടോ. അപ്പുറത്തോട്ട് കൊണ്ടുപോയി തുടങ്ങി. ഇവിടെ എല്ലാം കുറച്ച് നിരന്ന് കിടക്കുന്നുണ്ട്. ഒന്നും ക്ലീൻ ചെയ്യാനുള്ള ഗ്യാപ്പോ സമയം ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ മേടിച്ച കേക്ക് ½ kg ആണ് കേട്ടോ. കാര്യം ഞാൻ ഷുഗർ കട്ടാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അങ്ങനെ ഇപ്പൊ ആരും സുഖിക്കണ്ട. പക്ഷെ ഇന്ന് ഞാൻ കഴിക്കും. കുറച്ച് മധുരം കഴിച്ചില്ലെങ്കിൽ എന്ത് വെഡിങ് ആനിവേഴ്സറി ആയിട്ട് നമ്മളിത് കുറച്ച് മധുരം ഒന്നും കഴിച്ചില്ലെങ്കിൽ ഒരു സുഖം സുന്ദരം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് കുറച്ചൊക്കെ കഴിക്കും കേട്ടോ. സ്വീറ്റ് പാലർ ഇതാണ് കേട്ടോ നമ്മുടെ കേക്ക്. ഇതേ വെഡിങ് ആനിവേഴ്സറിക്കാലൊക്കെ അവിടെ പോയി നിന്ന് ഇങ്ങോട്ട് വരല്ലേ, ഇങ്ങോട്ടേക്ക് വരുന്നത്. ഞാൻ പോയി മറ്റേ സാധനം എടുത്തിട്ടാ. ഒരു മിനിറ്റ്. എന്താ ഇവിടെ സംഭവം? ഒരാളവിടെ കേറിയിരുന്ന അപ്പച്ചൻ ഇങ്ങനെ എടുത്തോണ്ടിരിക്കുന്നല്ലോ. ഇവിടെ കണ്ണ് പൊത്തിയൊക്കെ പിടിച്ചേക്കോട്ടെ. ഞങ്ങൾ പെട്ടെന്ന് പോയി സാധനം കൊണ്ടുവരാവേ. ആ മതി മതി മതി. ഇതേ അവിടെ അപ്പച്ചന്റെ ഇന്നമ്മയുടെ കണ്ണ് പൊത്തിയിട്ട് അവർക്ക് ഭ്രാന്തായി. കത്തിച്ചോ? കത്തിച്ചിട്ട് എടുക്കായിരുന്നല്ലോ. അത് മാത്രം എടുത്താൽ മതി. ഹാപ്പി ബർത്ത്ഡേ അച്ചാമ്മ. ആദ്യമായിട്ടാണ് തോന്നുന്നു കേട്ടോ ഇങ്ങനത്തെ ഒരു കേക്ക് നമ്മൾ മേടിക്കുന്നത് അല്ലേ. ഇത് എനിക്ക് തോന്നുന്നു മറ്റേ എന്താ ബട്ടർ സ്കോച്ച്. ഇപ്പൊ വരാം 5 മിനിറ്റ്. അവിടെ വെയിറ്റ് നിൽക്കാട്ടോ എല്ലാവരും. ഞാൻ അവരോട് ആ ടിവിയുടെ അടുത്തോടെ നീങ്ങിക്കാൻ പറയട്ടെ. വാവ് ഗൈസ്, അപ്പൊ സൂപ്പർ കേട്ടോ. അടിപൊളി, നല്ല രസമാണ്. ഇതെങ്ങനെ കത്തിക്കും? ചതിയായി പോയി നടുക്കത്. എന്ത് ചെയ്യും? ഒരെണ്ണം അതിൽ നിന്ന് എടുത്ത് കത്തിക്ക്.
അങ്ങനെ കത്തിക്കാൻ പറ്റും. ആ വരുമ്പോ ഇപ്പൊ വരുമ്പോ ഞങ്ങളോട് പറഞ്ഞോളൂ, ഞങ്ങള് കണ്ണ് പൊത്തിയിരിക്കാന്നൊക്കെ പറഞ്ഞോണ്ട് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അയ്യോ ചതിയായി പോയില്ലോ. അതെടുത്തിട്ട് മറ്റേത് വയ്ക്ക്, മറ്റേത് കത്തി സെറ്റ്. വരാൻ പോവാണേ. കണ്ണ് അത് ഞാൻ പിടിച്ചോളാം. കണ്ണ് പൊത്തിക്കോ. ഒരു മധുരക്കിനാവിൻ ലഹരിയിൽ ഇന്ന് കുടമുള്ള പൂ വിരിഞ്ഞു, അതിലായിരം ആശകളാൽ ഒരു പൊന്നിരുന്നു, തേൻ വണ്ടു ഞാൻ അഴകേ, തേൻ വണ്ടു ഞാൻ. പാട്ടെന്നറിയില്ല കേട്ടാ കേട്ടാ കേട്ടാ. അയ്യോ ആ ഫൈനലി കെടുത്തില്ല. അപ്പച്ചടെ വാ. വാ എന്താ പൂജ ഇറങ്ങി കൈത്ത പിടിച്ചേക്കല്ലോ ഒരു അങ്ങനെ നിൽക്കുന്നൊക്കെ എല്ലാവരും കൂടെ വരട്ടെ. ചാനിക്കുട്ടി ഊതല്ലോ. സൂപ്പർ. അത് മാറ്റട്ടെ. അതെ പിള്ളേർക്ക് പ്രത്യേകിച്ച് കുറച്ചു നേരത്തേക്ക് ഉണ്ടാവും. കേക്ക് കട്ട് ചെയ്യാണ്. വാ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഇതില് പാട്ട് പാടടേ. അടിപൊളി. അപ്പച്ചക്ക് എന്നമ്മയ്ക്ക് എടുത്ത് കൊടുക്കുക കേട്ടോ. ഫസ്റ്റ് പായപ്പ ആ ഫ്രണ്ടിന് സൈഡിലോട്ട് നിക്കോ പ്ലീസ്. അപ്പച്ചക്ക് കൊടുക്ക്. വാവ് പായ്പതി മുറിക്കാനായിട്ടുള്ള ഭാഗം തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ ഒരു സുന്ദര നിമിഷത്തിലെ കേക്ക് കട്ടിങ് ഒക്കെ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഞാൻ അങ്ങോട്ടേക്ക് വരാം. ചൂടെടുത്തിട്ടില്ലേ? നല്ല ചൂടാട്ടോ. ഹായ് നല്ല കേക്ക് അല്ലേ? സൂപ്പർ. അറിയില്ല ചാനിക്കുട്ടി അങ്ങനെ വരല്ലേ, മുറിച്ചെടുത്ത് കഴിക്കും കേട്ടോ. അപ്പൊ ബട്ടർ സ്കോച്ച് ആണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. വാവ്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സും സബ്സ്ക്രൈബേഴ്സും കമന്റ് ഇടുന്നവരും നമ്മുടെ വിച്ചപ്പനും മുറിക്കട്ടെ. എടോ ആ സൈഡിലോട്ടൊന്ന് നിക്കോടോ, എനിക്കൊന്ന് കാണാൻ വേണ്ടിട്ടാ. കേക്ക് കണ്ടാ പണ്ട്. അയ്യോടാ വിഷ്ണുവിനൊരു കഷ്ണം എടുക്കട്ടെ. അച്ഛന് സങ്കടം വരുന്നുണ്ട് കേട്ടോ. മോനെ നിനക്ക് അമ്മയുടെ വല അമ്മ കഴിക്കണം. എനിക്കൊന്ന് വിച്ചു ഇല്ലാത്ത ദാഹത്തെ വെട്ടിക്കാൻ ശ്രമം തോന്നല്ലേ? വിച്ചു കൂടെ ഇല്ലാത്ത കേട്ടോ. നമ്മള് അന്ന് ഗോൾഡ് എടുത്തതൊക്കെ ചേച്ചിയുടെ ഗോൾഡ് എടുത്ത് കൊടുത്തൊക്കെ ആ ടൈപ്പിലാ കേട്ടോ. ട്രെൻഡ് അതെ വാ വെച്ച് ഗോൾഡ് നിലവാരം മേടിച്ചു വെച്ചവർക്കൊക്കെ ലക്കായി. തത്തമ്മ ചേച്ചിയൊക്കെ ലക്കായി, കോടീശ്വരിയായി ഇരിക്കുന്നത് ഒന്ന് കാണട്ടെ. അല്ല അത് കൊടുത്താലേ നല്ല പൈസ വരും. ചാനി പുള്ളിങ്ങി മതി, പതുക്കെ പുള്ളി. ഗൈസ് എല്ലാവരും ഇഷ്ടപ്പെട്ടു. ഈ അവിടുത്തെ കേക്ക് നല്ല ടേസ്റ്റാ അല്ലേ? എനിക്കും കഴിക്കണം കേട്ടോ. അല്ല ഞാൻ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് കഴിച്ചോളാം. കാര്യം എന്താണെന്ന് വെച്ചാൽ കയ്യിലൊക്കെ പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് ഫോണൊന്നും പിടിക്കാൻ പറ്റില്ല കേട്ടോ. അമ്മ കഴിച്ചോളാം. അവിടെ വെച്ചാൽ മതി, ഒരു ഇച്ചിരി അവിടെ വെച്ചാൽ മതി. അപ്പൊ നമ്മുടെ മനോഹരമായ വീഡിയോ വൈൻഡപ്പ് ഒക്കെ ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ എന്റെ കേക്കിനെ പറ്റി ആലോചിച്ചു. അപ്പൊ നേരെ പോയി കേക്ക് എടുത്തോണ്ട് ഇങ്ങോട്ടേക്ക് പോകുന്നു കേട്ടോ. നിങ്ങളെയും കൂടെ എന്റെ കൂടെ കൂട്ടാം എന്ന് വിചാരിച്ചു. ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അമ്മ എന്നൊരു ചെറിയ പീസ് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഫസ്റ്റ് തന്നെ ഞാൻ എന്റെ വിച്ചോസിനെ കൊടുക്കുന്നു. കേക്ക് കഴിച്ചോട്ടോ. ഇങ്ങനെ തരാൻ മാത്രമേ ഇപ്പൊ നിർവാഹമുള്ളൂ. പിന്നെ എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും വേണ്ട നമ്മുടെ കേക്ക് വെഡിങ് ആനിവേഴ്സറിയുടെ എല്ലാവരും ഇതിൽ നിന്ന് ഓരോ ഇച്ചിരിച്ചെടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഞാൻ കഴിക്കട്ടെ. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ. ഭയങ്കര ടേസ്റ്റ് കേട്ടോ. അടിപൊളി.
അച്ഛൻ പടക്ക് പണിയായിരുന്നു. ഭയങ്കര ടേസ്റ്റുണ്ട്. അപ്പൊ ഞാനിത് കഴിക്കട്ടെ കേട്ടോ. ഗായ്സ്, ഞാൻ എൻ്റെ ഗിഫ്റ്റ് ഇതേ വണ്ടിക്കകത്ത് നനക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാര്യം ഞാൻ അനക്കി കഴിഞ്ഞാൽ കണ്ടുപിടിക്കും. അമ്മ പ്രത്യേകിച്ച് കണ്ടുപിടിക്കുമുണ്ട്. ഞാൻ മുമ്പേ വീഡിയോക്കകത്ത് പറഞ്ഞപ്പോഴാട്ടോ ഞാൻ ഗിഫ്റ്റ് മേടിച്ചു എന്ന് പോലും അവർ പറഞ്ഞിരിക്കുന്നത്. അമ്മയുടെ അടുത്ത് ഞാൻ 5 മിനിറ്റ് നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അമ്മ സംഭവം കണ്ടുപിടിക്കും കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ വന്ന നേരം കയറി കടന്ന് കഴിച്ചിട്ട് അതൊക്കെയുണ്ട് എന്റെ പ്രസന്റ്. പൂജയുടെ പ്രസന്റ്. പൂഞ്ചാറ പ്രസന്റ്. എന്നിട്ടാന്ന് നോക്കിയേ, ഏറ്റവും ആവശ്യം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കിട്ടാനില്ല അല്ലെ പൂജ, ഓർമ്മയില്ല, അതാണ് കാര്യം. അപ്പൊ അതെ ഇവിടെ എല്ലാരും നിൽക്കുന്നുണ്ട്. അമ്മയും കൂടെ പോയി നിന്നോ, ഞാൻ എന്റെ ഗിഫ്റ്റ് തരാം. തത്തമ്മ ചേച്ചി അച്ഛനും കൊച്ചു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താണ്ട് ഗിഫ്റ്റ് ആണ്. അപ്പൊ ഞാൻ ക്യാമറ തത്തമ്മ ചേച്ചിക്ക് കൈമാറുകയാണ്. ഞാൻ എന്റെ ഗിഫ്റ്റ് കൊടുക്കട്ടെ. സൂപ്പർ പൂജയുടെ ഗിഫ്റ്റ്. അപ്പച്ചനും അമ്മയും അപ്പച്ചനും ഇന്നമ്മേ വീടും. അതെ, 2 ചെടികൾ, അത് ഞങ്ങളായിരിക്കും. 2 പൂക്കൾ, ഒരു സൂര്യനുണ്ട്. അച്ഛൻ പറയുമ്പോ വാഴ വെച്ചാ മതിയായിരുന്നു. അപ്പൊ ഞാൻ എന്റെ ഗിഫ്റ്റ് ഇവർക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഇവിടെ ആവശ്യമാണ്. അമ്മ എപ്പോഴും അത് ഉണ്ടായിരുന്നെങ്കിൽ, കാര്യം ഈ സംഭവം കൊറേ ഇവിടെ ഉണ്ട്. അമ്മ ആലോചിക്കണം. അപ്പൊ ചാപ്പറല്ല, ആ സാധനം ഇവിടെ ഉണ്ട്, സംഭവം ഉണ്ട്. പക്ഷെ ഇതല്ല, കുറച്ചും കൂടെ ഇനി ഞാൻ പറഞ്ഞ പൊട്ടിക്കും. വല്ല കത്തി വേണം. ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ല. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാറ്റും. ഞാനിത് എപ്പോഴും എന്റെ ചേച്ചിയുടെ വീട്ടിലുണ്ട്. എനിക്ക് ഇത്രയും പാകത്തിനുള്ള ഒരു വിളക്ക് കത്തിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അടിപൊളി, നല്ല ഭംഗിയില്. ഞാൻ ഇതിന്റെ ശകലം കൂടെ വലിയതാ തപ്പിയത്, പക്ഷെ കിട്ടി. ഇത് മതി. എനിക്കിത് തന്നെ ധാരാളം. കാരണം എന്താ വെച്ചാൽ എല്ലാം ഉള്ളത് വലുത്. എന്നിട്ട് അമ്മ പറഞ്ഞു കുഞ്ഞിയുടെ ഗിഫ്റ്റ് അതെടുക്കാമെന്ന്. പക്ഷെ അതിന്റെ മുകളിലും മയിലൊക്കെ കാരണം നമ്മൾ ഒരു കറുപ്പും ഒക്കെ ഒരു എങ്ങനെ തുടച്ചാലും ഉണ്ടാവും നമ്മള്. അപ്പൊ ഞാനിതേ സാറിലെ വല്യമ്മരോടെ എനിക്ക് കണ്ടപ്പ അന്ന് തുടങ്ങിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ പറയുള്ളൂ. എന്തൊരു ഭംഗിയാ വിളക്കിരിക്കുന്നതാണ്. ഞാൻ പറയും മനസ്സിലാക്കിയെടുത്തൊക്കെ നമ്മുടെ വിളക്ക് ഇതാട്ടെ. ഏറ്റവും വലിയ കാര്യം എന്ന് പറയാനായിട്ട് ഏറ്റവും വലിയ വിളക്ക് അമ്മ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഏറ്റവും വലുതുണ്ട്. നമ്മുടെ ബാസിപ്പാപ്പന അങ്ങനത്തെ കിട്ടിയിട്ടുണ്ട് കല്യാണത്തിന്, ഓർമ്മയില്ലേ തത്തമ്മയ്ക്ക് വലിയ വിളക്ക്. അതുപോലത്തെ അമ്മ കൊണ്ടുവന്നുണ്ട്. അത് ഇവിടെ ഇരിക്കുന്നുണ്ട്. എന്റെ വിളക്കുണ്ട്, കുമാരിയമ്മ കൊടുത്ത വിളക്കുണ്ട്, വിളക്കുകളുണ്ട്. പക്ഷെ എനിക്ക് സുഖത്തിന് എപ്പോഴും കത്തിക്കാൻ അമ്മ എന്നും കഴുകിയിട്ടാണ് അമ്മ മയിലിന്റെ ഇത് കഴുകുമ്പോ അത് ഭയങ്കര പാടാ. അപ്പൊ എപ്പോഴും വേണം എന്ന് പറയാം. എനിക്കാണെങ്കിൽ ഒരു സാധനം എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് തന്നെയായിരിക്കും എന്റെ മനസ്സിലാവും. അതെനിക്ക് വേണം. അപ്പൊ എനിക്ക് കുറച്ച് ഊട്ടുപാത്രങ്ങൾ എന്റെ അച്ഛനാണ് തന്നിട്ടുണ്ട്. അത് മാറ്റാനൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് കൊണ്ടുപോകാൻ അതിന്റെ മുകളിലിരിക്കുക. വിഷ്ണു പറഞ്ഞു 32 വർഷമായി ആ ഊട്ടുപാത്രം എങ്ങനെയുള്ളതാണ് എന്ന് പോലും അന്ന് കണ്ടിട്ടുള്ളൂ. ഇതുവരെ കണ്ടിട്ടില്ല. കിണ്ടി ആയാലും കൊളാമ്പി ആയാലും നിലവിളക്കായാലും എല്ലാ മണന ചിമ്മണി തുടങ്ങിയിട്ടുള്ള സാധനങ്ങളുണ്ട്. അതൊക്കെ 2ന്റെ മുകളിലേക്ക് അത് വിഷ്ണു തന്നെ ഇങ്ങോട്ട് വരണം. എന്നാലും അതിന്റെ മുകളിൽ നിന്ന് കിട്ടുള്ളൂ. എടുത്ത് വെക്കാൻ പോലും നമുക്ക് സ്ഥലമില്ല. അതുപോലെ ഡ്രസ്സുകൾ അതൊക്കെ അമ്മൂന്റെ പവർ തന്നെയാണ്. ചേട്ടനോട് ചേട്ടാ എങ്ങോടും വീട്ടിൽ ഇഷ്ടപ്പെട്ടില്ല പോയ പുറത്ത് ഞാൻ തിരിച്ചു കൊടുത്തരും. ആളെ കൊണ്ടുവരും കേട്ടോ. ഇഷ്ടപ്പെട്ട ഞാൻ എടുത്തു. അപ്പൊ മോളെ ധൈര്യമായിട്ട് നീ കൊണ്ടുപോക്കോ. പക്ഷെ ഇവർക്ക് 2 പേർക്കും സാധനങ്ങൾ കിട്ടാൻ പോകാൻ പേടിയാ. എനിക്ക് കൊണ്ടുതരണം തന്നെ. എനിക്ക് ഇഷ്ടപ്പെട്ടത് മാത്രമേ ഞാൻ ഉപയോഗിക്കുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കില്ല. അപ്പൊ അത് കാരണം കൊണ്ട് അവർക്ക് പേടിയാ. അവര് പറയാം ഒരു തുണി എടുക്കാൻ പോയാലും അമ്മ അത് എനിക്ക് ഇടാണ്ട് വിളിച്ച് തരില്ല. ഫോട്ടോ കാണിക്കാൻ ചെയ്ത് തന്നെ പോരെ എന്ന് ചോദിക്കട്ടെ. കാര്യം നമ്മളെല്ലാവരും അങ്ങനെയല്ല. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളല്ലേ നമ്മൾ ചൂസ് ചെയ്യുള്ളൂ. ഇഷ്ടപ്പെടാത്ത ഒരു സാധനം അടിച്ചേൽപ്പിക്കുന്നത് അതൊരു തെണ്ടിത്തരാണ്. എന്തായാലും ഇത് ഞാൻ അമ്മദേവന്റെ ഉദ്ഘാടനത്തിന്റെ അന്ന് എടുക്കും. അമ്മദേവോട് കൊടുക്കാം, മനസ്സിലായി. താലി കയറ്റാൻ വേണ്ടിട്ട്. ഓക്കെ,
അപ്പൊ താലി കെട്ടുന്ന സമയത്ത് മലയാളം ഭംഗിയായിട്ട് അമ്മ വരുന്നതായിരിക്കും. നിങ്ങള് വെയിറ്റ് ചെയ്തോളൂ, കാണാൻ. എനിക്ക് പറ്റില്ല. മോനാക്കാന്ന് ഞാൻ വിചാരിച്ചായിരുന്നു, എനിക്ക് രക്ഷപ്പെടാന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. പക്ഷെ ഇപ്പം വെഡിങ് ആനിവേഴ്സറി ആയാലും കുറച്ചും കൂടെ കളറാക്കണം, നല്ല രീതിയിൽ ബലൂണൊക്കെ വീർപ്പിക്കണം. കാര്യം എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു വിച്ചു ഇല്ലെങ്കിലും നല്ല ഹാപ്പി ആയിട്ട് നല്ല രീതിയിൽ ചെയ്യണം. പക്ഷെ എനിക്ക് അപ്പത്തേക്ക് അന്ന് പീരീഡ്സ് ആയി, എനിക്ക് ഇറങ്ങാൻ പറ്റാണ്ടായി. അതുകൊണ്ട് ഇങ്ങനെ ഒരു തട്ടിക്കൂട്ട് രീതിയിൽ എന്നാലും നമ്മൾ നമ്മുടേതായ രീതിയിൽ സന്തോഷിച്ചു. തത്തമ്മ ചേച്ചിക്ക് എന്തോ ഒരു ഗിഫ്റ്റ് ഉണ്ട്, അത് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആള് വേദിയിലോട്ട് വരുന്നതായിരിക്കും കേട്ടോ. ഇങ്ങനെ നിക്കുന്നത് വെഡിങ് ആനിവേഴ്സറിക്ക് എന്തോ ഒരു ഗിഫ്റ്റ് ഉണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ, അതിന്റെ ആലോചിക്കുന്നുണ്ടായിരുന്നല്ലോ. ഇവരുടെ വെഡിങ് ഞാൻ അച്ഛനും കൂടി ഒരു ഡാൻസ് ഉണ്ട്. അപ്പൊ ഗിഫ്റ്റ് തരാൻ വന്ന ആളാരായി? അത് ഉമ്മയല്ലേ, പെട്ടുമ്മ. എങ്ങനെ മനസ്സിലാക്കി? അതെപ്പോഴും കൊടുക്കണതാണ്. ഞാൻ അച്ഛനും കാറ്റിൽ പാട്ടറിയില്ല. നിർത്തനം അതിനോട് പാടാണ്ടിരിക്കുന്നേ അല്ലേ? അതെ 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 അതെ. തത്തമ്മ ചേച്ചിയുടെ ഗിഫ്റ്റ് കൂടെ കൊടുത്തേക്ക് കയ്യോടെ. ഇനിയിപ്പൊ അത് കുറയ്ക്കണ്ട. ആയതുകൊണ്ടാണല്ലോ ഞാനും വിച്ചു ഉണ്ടായേ. അപ്പൊ വിച്ചുവിനെ കൂടി പ്രതിനിധീകരിച്ച് പൊട്ടിയിട്ട് അതല്ലാണ്ട് മനോഹരമായ ഒരു കഴിവില്ല. ആ കഴിവ് വെച്ച് എന്തെങ്കിലുമൊക്കെ പ്രയോഗിക്കൂ. മനോഹരമായിട്ടുള്ള കഴിവ് വെച്ച് നിങ്ങൾക്ക് വേണ്ടി ഞാൻ വേണമെങ്കിൽ പാട്ട് പഠിച്ചരാം. അതാ ഞാൻ പറഞ്ഞേ. ചിലപ്പോ എന്റെ ആള് പാടാൻ വേണ്ടിട്ട് ഫോൺ തപ്പാൻ വേണ്ടി പോയി കേട്ടോ. ആളുടെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ് എനിക്കപ്പോ അത് കേൾക്കാൻ വേണ്ടിട്ട് ഞാൻ പാട്ട് പാടി കൊടുക്കാൻ പല കേട്ടോ. ഈറ്റങ്ങളെ കൊണ്ട് അലമ്പാണ് കൈസ്, ഒരു രക്ഷയില്ല കേട്ടോ. ഓക്കെ ഓക്കെ. നാളെ ഞങ്ങളുടെ ഉത്സവം കൊടിയേറണം. ചക്കാമ്പറമ്പ് ഞങ്ങളുടെ തക്കലത്തമ്മയുടെ ഉത്സവം കൊടിയേറണം. കൊടിയേറി നാളെ തുടങ്ങി പരിപാടികൾ. ഇന്ന് തുടങ്ങും. ഇന്ന് പ്രഭാഷണം ആചാര്യൻ തന്ത്രിയുടെ ജയശാന്തിയുടെ. നാളെ തുടങ്ങി ഉത്സവം കൊടിയേറണം. എല്ലാവർക്കും ഞങ്ങളുടെ വീട്ടിലേക്കും അമ്പലത്തിലേക്കും സ്വാഗതം. ചക്കാമ്പറമ്പ് മുത്തീരടുത്തോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ വരാം, അതിനൊന്നും വിഷയമില്ല. ഇവിടെ വരാം, നമുക്ക് എല്ലാവർക്കും കൂടി അമ്പലത്തിൽ പോവാം. മറങ്ങിയുടെ അന്നദാനം ഉണ്ട്, എന്നുണ്ട് അവിടെ അന്നദാനം കാര്യങ്ങളൊക്കെ എന്നുമായിട്ട്. പക്ഷെ എനിക്ക് ഈ പ്രാവശ്യം ഉത്സവം തുടങ്ങണ അന്ന് തുടങ്ങി അവസാനിക്കുന്നത് വരെ ഉച്ചയ്ക്ക് ഊണ്, വൈകിട്ട് ഊണ്, പായസം അല്ലേ, എല്ലാ സാധനങ്ങളും ഉണ്ട് അല്ലേ? പായസം നല്ല ഇതാ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വരുമ്പോ ഭക്ഷണം കഴിക്കാനും അങ്ങനെ അത്രയും ഭംഗിയായിട്ടുള്ള അന്നദാനം നടക്കണ വേറൊരു ക്ഷേത്രമില്ലാന്നാണ് എന്റെ അറിവ്. ആ നല്ല അന്നദാനം കേട്ടോ, സൂപ്പർ ആട്ടോ, അടിപൊളിയാണ് ചെയ്യുന്നത്. ഞങ്ങള് കഴിക്കാറുണ്ട്, എല്ലാ വർഷവും പോകട്ടോ എല്ലാവരും പിള്ളേരൊക്കെ ആയിട്ട്. അതെ, ഇത്രേ ഉള്ളൂ. ഇവിടെ പാട്ട് തപ്പിക്കൊണ്ട് കാണാം. അതെ, അങ്ങോട്ടേക്ക് പോയിട്ട് പാടണേ. ദൈവത്തിനോർത്ത് ആ സ്റ്റേജിലോട്ട് ചെല്ലേണ്ടതാണ്. എനിക്ക് ക്യാമറയിൽ കിട്ടണം. അത് തൽക്കാലം നമുക്ക് ആ സ്റ്റേജ് ആക്കാം. സ്വരശുദ്ധിയൊക്കെ വൃത്തിയാക്കിക്കൊണ്ട് പോകുകയാണ് കൈ. ഇരുന്നോ, മതി. കിടക്കണോ? കിടന്ന് പാടണോ? അപ്പൊ കുഴപ്പമില്ല. ആ മൂളിച്ചൊക്കെ നടക്കട്ടെ. നിങ്ങളെ കട്ട സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം. ഓക്കെ. മഴ കാത്തു കഴിയുന്ന മനസ്സിന്റെ വീണാമ്പൽ ഒരു മാറി മുകിലിനെ പ്രണയിച്ചു പോവമ്പലത്തിൽ പൂജയ്ക്ക് പോകുമ്പോ പൊന്നും മിന്നും നിന്നെ അണിയിക്കും ഞാൻ. വാരിടം മംഗളമാലവിക്കേ ഓമനേ നിന്നെ ഞാൻ സ്വന്തമാക്കും. ഈരൻ മേഘം പൂവും കൊണ്ടേ പൂജയ്ക്കായി ക്ഷേത്രത്തിൽ പോകുമ്പോൾ പൂങ്കാറ്റും സോപാനം പാടുമ്പോൾ പൂക്കാരി നിന്നെ കണ്ടു ഞാൻ. വാവ്, സൂപ്പർ
കേട്ടോ, അടിപൊളിയായിട്ട് ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ, സൂപ്പറായിട്ടുണ്ടായിരുന്നു. അല്ല, ഈ പാട്ടിന് ഇത്രയും ഞാൻ പ്രതീക്ഷയില്ല, കാര്യം ഇത് ഇച്ചിരി പാടല്ലേ ഇത് പാടാനായിട്ട്. ഞാനൊക്കെ പാടിയിട്ടുണ്ട് മറ്റേ എരുമ കാരണം, അത് ഇവർക്ക് അനുഭവമുള്ളതാണ്, അത് വേറെ സത്യം. അങ്ങനെയെങ്കിലും ഒന്ന് ഉറക്കട്ടെ, ഒരുപടി ആയാലും ഉറക്കില്ല ഗൈസ്. ജാനി ആന കുത്തിയാലും അറിയില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങള് അയ്യോ എന്നെ കൊണ്ട് ജീവിക്കാൻ പോറുന്നില്ലെന്നാണ് ഇവര് പറയുന്നത്. അല്ല, അത് സീരിയസ്ലി ഞങ്ങളുടെ ഇടയ്ക്ക് നടക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. ഞാൻ ഒന്ന് പാട്ടുപാടി നിങ്ങളൊക്കെ വന്നില്ലേ, ഓടിക്കൂടി ആൾക്കാർ. എനിക്കില്ലാത്ത ശീലങ്ങളൊക്കെ ഞാൻ കെട്ടിയോൻ ഗൾഫിൽ പോയതിനു ശേഷം തുടങ്ങിയ ഗൈസ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വെഡിങ് വീഡിയോ ഒക്കെ ഇത്ര ഉണ്ടാകുന്നുള്ളൂ. ഒന്ന് പഠിക്കടാ. അല്ല, അവളും പാടും കേട്ടോ, അവളും ഡാൻസിനും പാടിനൊക്കെ പഠിക്കുക. ഡാൻസിലാണ് അവൾക്ക് കഴിവ്. ജാനിക്ക് എന്തിലാണ് കഴിവെന്നുള്ളത് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ജാനിക്ക് കരയുന്നതിലാണ് ഇപ്പൊ പ്രത്യേകിച്ചുള്ള കഴിവ്. അച്ഛാ, അത് വിളിച്ചൊരു നിലവിളി ഉണ്ട് കേട്ടോ. അപ്പൊ ഗായ്സ്, നമ്മുടെ വെഡിങ് ആനിവേഴ്സറി വീഡിയോ എത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഒരാൾക്കൂടെ പാട്ട് പാടുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് പാടിയോ? പാടി പാടി, എന്നിട്ടാണ് നമുക്ക് വീഡിയോ വൈൻഡപ്പ് കൊടുക്കാൻ. അടിപൊളി ഒരു പാട്ട് പാട്. ഇഷ്ടമുള്ള ഒരെണ്ണം പാടിക്കോ, ഒരു സന്തോഷത്തിന്. പളകിരിക്കണം കേട്ട് കേട്ട് മടുപ്പ്. പാടിക്കോ. മറന്നുപോയി. പിന്നെ അപമാനിച്ചു വിട്ടു. ദൈവമേ, ഇനി ഞാൻ അങ്ങനെ എന്ത് തപ്പി പിടിക്കും ചേച്ചി. എന്തായാലും ഇല്ലാത്ത ഇഷ്ടമുള്ളൊന്ന് പെട്ടെന്ന് പറയണേ. എന്നാ ബർത്ത്ഡേ? എന്നാ എന്ത് ഡ്രസ്സുകളായിട്ട്? ഇവിടെ എന്താണ് അലമ്പ് കച്ചറ? അറിയോ? ഇനി ചേച്ചി പാട്ട് പാടാൻ പോവാണേ. സൂപ്പർ, അടിപൊളിയായിട്ടോ. അപ്പൊ ഗായ്സ്, ഇന്നത്തെ പാട്ട് അതെ. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളിതേ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. ഇനിയുണ്ടോ? ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ കുറെ നേരമായി നടക്കുന്നു. ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, ബെല്ലൈക്കൻ. വീഡിയോ